വലിയൊരു മരത്തിന്റെ ചെറിയൊരു ശാഖയിൽ വലുപ്പത്തിൽ കൂടും വെച്ചിരിക്കും കൊക്കേത്തിക്കുതേ. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയമിടിപ്പ് പലപ്പോഴും അനാവശ്യമായിട്ട് കൂടാറുണ്ട്. അത് ഹൃദയത്തിൻ്റെ കുഴപ്പം കൊണ്ടല്ല, നമ്മുടെ ചിന്ത കൊണ്ടാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾക്ക് കൈവെള്ളയിൽ ചെയ്യാൻ കഴിയുന്ന ഒരു അക്യുപ്രഷർ റിഫ്ലക്സോളജി പോയിന്റ് പരിചയപ്പെടുത്താം. അതിനു മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഈ ഹൃദയമിടിപ്പ് ചെറുപ്പക്കാരിൽ ഉണ്ടാവും, അതായത് കൗമാരക്കാരിൽ പ്രത്യേകിച്ച്. കൗമാരം എന്ന് പറയുന്നത് ഹോർമോണുകളുടെ ഒരു വസന്തകാലമാണ്. ഒരു പൂമരത്തിൽ ധാരാളം പൂക്കൾ ഒരുമിച്ച് വിരിയുന്ന പോലെയാണ് ആ ഹോർമോണുകൾ അവരിൽ ആ സമയത്ത് ഉണ്ടാകുന്നത്. പെട്ടെന്ന് പ്രണയത്തിലേക്കൊക്കെ വീണു പോകും. യാതൊരു ലോജിക്കും ഇല്ലാത്തതൊക്കെ പ്രണയിക്കും. അങ്ങനെ വരുന്നവരുണ്ട്. ലോജിക്കുള്ള പ്രണയങ്ങളുണ്ട്, ജെനുവിനായിട്ടുള്ള പ്രണയങ്ങളുണ്ട്, ഉണ്ടാവും. പക്ഷേ പലപ്പോഴും പെൺകുട്ടികളാണ് ഇത് ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ തലച്ചോറിൽ ആണായാലും പെണ്ണായാലും ഈ PEA എന്ന് പറയുന്ന ഒരു പ്രണയ തന്മാത്ര എന്നൊക്കെ പറയും അതിനെ. അതൊക്കെ കൂടുതൽ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ പ്രണയത്തിന് വേണ്ടി ധീരയാവും. അതുവരെയും ഇഷ്ടപ്പെട്ടവരൊക്കെ വെറുക്കും. ഈ അവസ്ഥയിലേക്കൊക്കെ വരും. ആ സമയത്ത് ഉത്കണ്ഠ, ഉറക്കക്കുറവ്, ക്ഷീണം, വിശപ്പില്ലായ്മ ഒക്കെ ഉണ്ടാവും. നമ്മളിതൊക്കെ ഒരു പ്രണയത്തിൻ്റെ രസമാണെങ്കിൽ പോലും പലപ്പോഴും ജെനുവിനില്ലാത്ത പ്രണയം ഉണ്ടാവും. ഇപ്പോൾ ആൺകുട്ടികളിൽ ഇപ്പോൾ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അവരൊക്കെ ആയിട്ട് പ്രണയം തുടങ്ങി കഴിയുമ്പോൾ പിന്നീട് അവരിൽ ഈ ഹോർമോണൊക്കെ പെട്ടെന്ന് ഉൽപ്പാദിപ്പിക്കാത്ത അവസ്ഥ വരും. അവർക്ക് ദേഷ്യം വരും. ചിലപ്പോൾ കൊലപാതകങ്ങൾ നടക്കും. എതിർത്താൽ കൊലപാതകം നടക്കും. അങ്ങനെ കൊലപാതകങ്ങൾ, പ്രണയത്തിനിരയായ എത്രയോ പെൺകുട്ടികളുണ്ട്. അതൊക്കെ ഈ അവസ്ഥയിലാണ്. അപ്പം നമ്മളത് ശ്രദ്ധിക്കണം. നമ്മളുടെ പ്രണയത്തിൻ്റെ സമയത്ത് എന്തിനാണ് ശാസ്ത്രം പറയുന്നത് എന്ന് ചിന്തിക്കരുത്. ജീവശാസ്ത്രപരമായ രസതന്ത്ര സമവാക്യമാണ് ഈ പ്രണയം എന്ന് പറയുന്നത്. ഞാനത് കുഴപ്പമായിട്ട് പറഞ്ഞതല്ല, അത് മനോഹരമാണ്. പ്രണയം ഒരു മനോഹരമാണ്. പക്ഷേ പഴയ കാലത്തെ പോലെ രമണൻ്റെയും അല്ലെങ്കിൽ അറബിക്കഥയിലെ കാമുകൻ്റെയും അല്ലെങ്കിൽ നാട്ടിലെ കവികൾ എഴുതിയ കാമുകന്മാരുടെ കാലമുള്ളത്. അത് പെൺകുട്ടികളൊന്നും ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ ഓൺലൈനിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഒന്ന് കാണുമ്പോഴേക്കും പ്രണയം വരികയും കാഴ്ച, ശബ്ദം, സ്പർശം, ഗന്ധം, ഇത് 3-4 ചേരുമ്പോഴാണ് ഒരു പ്രണയത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുക. അതിനു മുമ്പ് തന്നെ കാഴ്ചയും ശബ്ദവും കേട്ടിട്ട് പ്രണയത്തിലേക്ക് പോകുന്നവരുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് ഈ കൈവെള്ളയിൽ ഈ കാര്യം പറയാം. നമ്മുടെ ഈ കയ്യിൽ ഇതാണ് പോയിന്റ്. ഈ പോയിന്റിൽ ക്ലോക്ക് വൈസിൽ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. ഇവിടെയും ചെയ്യുക. ഇങ്ങനെ ഹാർട്ട് ബീറ്റ് കൂടുമ്പോൾ 2 കൈകളിലും ചെയ്യുക. എന്നിട്ട് എവിടെയെങ്കിലും ഇരുന്നുകൊണ്ടാണ് അത് ചെയ്യേണ്ടത്. ഇങ്ങനെ ഹാർട്ട് ബീറ്റ് കൂടുമ്പോൾ ഒരു സ്ഥലത്തിരുന്ന് ഈ കാര്യങ്ങൾ ചെയ്യുക. ഗുണം കിട്ടുന്നതാണ്. ചെയ്തു നോക്കുക. താങ്ക് യു. ചെറിയൊരു ശാഖയിൽ വലുപ്പത്തിൽ കൂടും വെച്ചിരിക്കും കൊക്കേത്തിക്കുതേ.